ദിവസം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെവിടേക്കാണ് ഇന്നൊരു പുതിയൊരു ഷോപ്പ് കുറച്ചല്ല ഒരു മാസം താഴെയായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിന്ന് യു ബാക്ക് എന്നല്ല ഐസ് ബോട്ട് എന്നാണ് കടയുടെ പേര്. അത് അവരുടെ വേറെ സംഭവം. അപ്പോൾ നമ്മൾ ഐസ് ബോട്ടിൽ മറ്റേ നമ്മൾ പെയിന്റിനൊക്കെ റിവ്യൂ ചെയ്തിരുന്നത് അതുപോലെ തന്നെ വലിയ ഐസ് കാൻഡി തന്നെയാണ് ഒരു റിവ്യൂ അല്ല അവർ കൊടുക്കുന്നത്. പെയിന്റ് പോലത്തെ സെയിം പെയിന്റിനെ പോലെ ബ്രാൻഡിങ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഐസൊക്കെ ഒരു വിധം നമുക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തരുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൺ സിറ്റി ഉണ്ടാവും. മുന്നാണ് ഈ പറഞ്ഞ എല്ലാം ആലോചിച്ച് നോക്കിട്ട് പറയടാ. സൈഡിലാണ് അത്രയൊന്നും കഷ്ടപ്പെടണ്ട. നിങ്ങൾ ഫൺ സിറ്റി ഫൺ മൂവീസ് നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തൊട്ടപ്പുറത്താണ് കട വരുന്നത്. അപ്പോ വെറൈറ്റി ടൈപ്പ് ഓഫ് ഐസ് കാൻഡി കഴിച്ചിട്ടില്ല, ഞാൻ മാത്രം കഴിച്ചിട്ടുള്ള തള്ളതാണ്. അപ്പോ ഞാൻ കഴിച്ചത് ഏതൊക്കെ ഞാൻ ജാക്ക് ഫ്രൂട്ട് കഴിച്ചു, ടെൻഡർ കോക്കനട്ട് കഴിച്ചു. അതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ ഇവരുടെ ലോ ബേസ്, അതായത് റേറ്റ് അത് കുറവുള്ളത് വളരെ ലോ ക്വാളിറ്റി മാതിരി ഫീൽ ചെയ്തു. എനിക്ക് പച്ചവെള്ളം മാതിരി ഫീൽ ചെയ്തു. എനിക്കറിയില്ല തള്ളണ്ട. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് നൈസ് ഉണ്ട്, ടെൻഡർ കോക്കനട്ട് നൈസ് ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളിൽ അതന്നെ പെനിക്കില്ലാത്ത സംഭവം ഒരു ചെയ്തിട്ടുണ്ട്, ഇരിക്കാനുള്ള സ്പേസ്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ മസ്റ്റർ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടി കുറച്ച് പ്രീമിയം ക്വാളിറ്റിക്ക് അവരുടെ റേറ്റിലത്തെ പ്രീമിയം ക്വാളിറ്റി കഴിക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മസ്റ്റർ ആയിട്ട് നല്ല ജാക്ക് ഫ്രൂട്ട് ഒക്കെ കറക്റ്റ് പക്ക ഫ്ലേവർ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നേരെ നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് വിഷ്വൽസ് തരാം. അതുപോലെ എല്ലാവരും ചെയ്യുന്ന ഞങ്ങൾ അത് കാണിച്ചു കൊടുക്കാം. അതുണ്ട് ഒരു കാര്യം, ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന മാതിരി കഴിച്ചിട്ടുള്ള സാധനം കാണിക്കണില്ല. അതായത് നമുക്കതൊരു വേറെ ഒരു സുഖമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് കഴിക്കുന്ന വീഡിയോസ് കാണിക്കുന്നില്ല, ഞങ്ങൾക്ക് അവരുടെ വെറൈറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കോലേജ് എന്ന് പറയുമ്പോൾ ഒരു കോലുണ്ടാവും, തലയ്ക്ക് ഐസ് ഉണ്ടാവും. അത് വെറുതെ അല്ല അതല്ല, അത് കാണുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ പെയിനാണ് ഭയങ്കര പെയിൻ മാത്രമല്ല ഒരു സൗണ്ടില്ലേ, സൗണ്ടില്ല അതിന്റെ കടല കൂടുതലായിട്ട് കയറി വരുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവര് ഐസ് എടുക്കുന്നത് ഇവരുടെ ഓൺ സ്പോട്ട് അല്ല. അതായത് ഇവരുണ്ടാക്കണ ഐസ് അല്ല. ഞാൻ ചോദിച്ചിരുന്നു, ഇവര് പുറത്ത് ടീമുകളുടെ ഐസ് വാങ്ങണതാണ്. പെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ പെണ്ണിന്റെ എല്ലാ ബേസ്, അതായത് ലോ ബേസ് തൊട്ടായിട്ടും ഹൈ എൻഡ് വരും, അവരുടെ പ്രീമിയം ക്വാളിറ്റി ഐസ് വരും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതായത് അവരെല്ലാം ഫ്ലേവർ. പിന്നെ കാര്യം ഒരു പിന്നെ പെട്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ പെട്ടികളെല്ലാം വേറെ കളറായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പോകണമെങ്കിൽ അറിയാൻ പറ്റും. ഇവരെല്ലാം പെട്ടിയിലാണ്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, വെറുതെ പേപ്പറിലാണ് പൊതിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു നമുക്ക് അതായത് എന്താ പറയുക, കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഹൈജീൻ നമുക്ക് കിട്ടില്ല. ഐസ് ആ ഒരു കാര്യം ഹൈജീനോടെ കുറവാണ്. കാണുമ്പോൾ ഒരു ലുക്ക് ഫസ്റ്റ് ലുക്ക് കൂടെ കുറവാണ്. പക്ഷേ ഐസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം നമുക്ക് ഉള്ളിലത്തെ സ്പേസും അതുപോലെ ഫ്രണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് നേരെ കഴിക്കാൻ തരാമല്ലേ. ദിവസം നമ്മള് ഐസ് കാൻഡി കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ്. അങ്ങനെയല്ല, ഞാൻ മുന്നേ വന്നിരുന്നല്ലോ, അന്ന് ഇവിടെ സംഭവം വരണമെന്നുള്ളൂ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സംഭവം, പിന്നെ ഇതൊന്നും ഇല്ലാത്തൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഹോട്ടലിൽ മുന്നിലേക്ക് ഇന്നത്തെ സ്പെഷ്യൽ സംഭവമില്ലേ, അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അവർ ബോർഡ് എഴുതിയിട്ടുണ്ട്. ഒന്ന് പാലട പായസത്തിന്റെ സെയിം ഫ്ലേവറുള്ള മറ്റേ ഐസ് കാൻഡി, അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിള്, അങ്ങനത്തെ 2-3 ഫ്ലേവർ. അതൊന്നും ഉണ്ടാവില്ല അത്ര ആ ഫ്ലേവർ. അത് സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി. അതൊരു നല്ല സംഭവം തോന്നി, നൈസായിട്ടുണ്ട്. പിന്നുള്ളത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻസ് അല്ല, അത് മാത്രമല്ല ആംബിയൻസ് മാത്രമല്ല, നമ്മൾ പ്രാവശ്യം ചെന്നപ്പോൾ അവരെ കുറച്ചുകൂടി പണികൾ ചെയ്ത് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അവര് തുടങ്ങിയിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി രസമാക്കി. പിന്നെ ഫുള്ളായിട്ടില്ല, ഉള്ളിൽ ഒരു പിക്ചറൊക്കെ വരച്ച് വരുന്നവര്. പിന്നെ ഒരു കാര്യം സെറ്റാക്കിയിട്ട് ഒരു നല്ലൊരു ഫോട്ടോ ബൂത്ത്, ബലൂണിന്റെ ഫോട്ടോ വീഡിയോയിൽ കാണാം. നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റാക്കിയിട്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്നിട്ട് അധികം വ്ളോഗ് ചെയ്തിട്ടില്ല, കാരണം ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ല. അപ്പോൾ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന നമ്മൾ ചെയ്യാത്തത്. നിങ്ങൾ കണ്ടല്ലോ ഐസ് കാൻഡി പൊതിഞ്ഞത് അങ്ങനത്തെ ഒരു വൈറ്റ് പേപ്പറിലാണ്. അപ്പോൾ അത് മാത്രമേ നമുക്കൊരു ഒരു കയ്യിലേക്ക് തരുമ്പോൾ ഒരു ഹൈജീൻ തോന്നല്ലേ നമുക്ക്. അതായത് അങ്ങനെ സംഭവം ലോക്കലൈസൊക്കെ ഫീൽ വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. ടേസ്റ്റും കാര്യങ്ങളും. പിന്നെ ഇവിടെ പാഴ്സൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പാഴ്സൽ വേറെ ഇവർ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ ചെയ്യാനായിട്ട് കൂടെ ഒരു ജെല്ലി ബാഗ് ഉണ്ട്.
ആ ബാഗ് നൈസായി ഉണ്ടാവും, കൊടുക്കുന്ന ബാഗ് നൈസായി. അതിന് എത്ര തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ വാങ്ങുമ്പോൾ പൈസ കൊടുക്കുക, തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഇതൊക്കെ മരുന്ന് സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലത്തെ ഐസ് ബാഗ് അതൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് കഴിക്കാൻ ഇപ്പോൾ ഒരു തൃശ്ശൂർ കൊണ്ടുള്ള ആളാണെങ്കിൽ അവിടെ നമ്മൾ ക്യാഷ് അടിയുന്ന പോലെ അത് നല്ല കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എടുത്ത് തരുന്ന സമയം ഡീലല്ല, അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അവരുടെ ആൾക്കാരെണ്ണം കൂടുതലും ഭയങ്കര ഡീല കിട്ടി. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റായി വരും. രാത്രി നൈസ് ഒരു സമയം കുറവാണ്, സമയം 10 മണി വരെ ഉള്ളൂ. അത് ഞാൻ ചോദിച്ചിരുന്നു. സ്റ്റാർട്ടിങ് കാലത്ത് 9 മണി ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും, അത് സ്കൂൾ ടൈമിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എൻഡിങ് ആണ് അറിയേണ്ടത്, കാലത്തും കരേണ്ട ആവശ്യമില്ല, വൈകുന്നേരം ടൈമാണ്. പിന്നെ ഇവിടുത്തെ കാര്യം എന്താണെന്നറിയോ, ഇവിടെ നമ്മുടെ എന്തുണ്ട് കോളേജിൽ ഇവിടെ സ്കൂൾ അതിന് ഉദ്ദേശം ഫൺ സിറ്റിയും സ്കൂളും ഹിറ്റും. അപ്പൊ എന്തായാലും പിള്ളേർ സെറ്റ് കുറച്ച് വരും. റേറ്റും കുറവാണ് കേട്ടോ, നിങ്ങൾ കണ്ട പോലെ 15 10 രൂപ സ്റ്റാർട്ടിങ്. പിന്നെ ഓൾമോസ്റ്റ് സെയിം അല്ല അങ്ങനെയാണ്. പിന്നെ വേറെ കാര്യം, പെനിയില്ലാത്ത കുറെ ഫ്ലേവേഴ്സ് ഇവിടെ, ഇതില്ലാത്ത കുറെ ഫ്ലേവേഴ്സ് പെനി അവിടെ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാട്ടർ ബേസിൽ ഷോക്കാണ്, അത് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, നമ്മൾ ഷോക്കാണ്. കുറച്ച് വലിയ സെയിമൊന്നുമില്ല, പക്ഷേ ക്രീം ബേസിലേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. പെനീയുടെ ഒരു ഫിനിഷിങ് ഇല്ല, പെനീയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്, ഒന്നുകൂടി എസെൻസ് കുറച്ച് കിട്ടുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, അതറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വലിയൊരു ഭാഗത്തോടെ പോകുമ്പോഴോ അല്ലെങ്കിൽ വലിയൊരുള്ളവർക്കോ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാലേ, എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേറെ പരിപാടികളൊന്നുമില്ല. ഇല്ല, പിന്നെ ട്രൈ ചെയ്യുമ്പോൾ എല്ലാം കൂടെ വിറ്റ് വെച്ച് ടേസ്റ്റ് അറിയില്ല. പറ്റുന്ന ഞാൻ പാഴ്സൽ വീട്ടിൽ പോയി കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രഷ് ചെയ്തിട്ട് കഴിക്കുക, അത് കഴിച്ച് നോക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി നേരം കളയാനില്ല, പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ആരും ദിവസം കാണാം.